गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्मा गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ഇനി നിവർന്നിട്ട് ശ്വാസം നേരെ അകത്തേക്ക് വലിക്കൂ. അകത്തേക്ക് പുറത്തേക്ക് വിടൂ. പതുക്കെ ഒന്നുകൂടി ശ്വാസം അകത്തേക്ക് വലിക്കൂ. പുറത്തേക്ക് വിടൂ. പതുക്കെ ഒന്നുകൂടി അകത്തേക്ക് വലിക്കൂ. പുറത്തേക്ക് വിടൂ. അടുത്തത് ഓം എന്ന് ഞാൻ ചൊല്ലിത്തരാം. 3 വട്ടം അതേപോലെ ഓം ചൊല്ലാം. ഈ മന്ത്രം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഈ മന്ത്രത്തിന്റെ അധിപതി. അപ്പൊ ഭഗവാന്റെ പാതാരബന്ധത്തിലാണ് നമ്മൾ പുഷ്പം അർപ്പിക്കാൻ പോകുന്നത്. ആ മന്ത്രത്തിന്റെ അർത്ഥം പറയാൻ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ. അല്ലയോ സർവജ്ഞനായ ഭഗവാനെ കൃഷ്ണ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ. അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കണേ. സർവശക്തനായ അല്ലയോ ഭഗവാനെ കൃഷ്ണ, അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കണേ. അടുത്ത് രമാരമണ വിശ്വേശ. രമയുടെ രമണനായ മഹാലക്ഷ്മിയുടെ പതിയായ അല്ലയോ ഭഗവാനെ, അതിലുപരി പ്രപഞ്ചനാഥനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ വിദ്യാമാശു പ്രയച്ഛമേ. വിദ്യ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. അല്ലേ? എന്താ ഒന്നുകൂടെ പറഞ്ഞ? പ്രപഞ്ചനാഥനായിരിക്കുന്ന ഭഗവാനെ കൃഷ്ണ, ഞങ്ങൾക്ക് വിദ്യാധനമാണ് ഏറ്റവും വലിയ ധനം. അത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ് ഭഗവാനോട്. അപ്പൊ ഈ ഓരോ വരി ഞാൻ ചൊല്ലാം. 4 വരി കഴിയുമ്പോൾ നിങ്ങൾ ആ പുഷ്പം എവിടേക്ക് ഇടണം? വിളക്ക് ആരെയാണ് സങ്കല്പിക്കുന്നത്? ഭഗവാനായിട്ട്, ഭഗവാന്റെ പാതാരബന്ധത്തിൽ സമർപ്പിക്കേണ്ടത് പൂർണ്ണ സമർപ്പണമാണ്. അപ്പൊ ഞാൻ ചൊല്ലട്ടെ, ഓരോ വരി ചൊല്ലാം. അപ്പൊ നിങ്ങളെ കൂടെ ചൊല്ലണം. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. പൂവിടണ്ട, ഞാൻ പറയാം. ഇതാണ് ചൊല്ലുന്നത് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ഇനി ഒരു പൂവെടുക്കൂ, കയ്യിലെടുക്കൂ, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ. ഹൃദയവാസിയാണ് ഭഗവാൻ, അല്ലേ? അപ്പൊ ഞാൻ ഓരോ വരി വീണ്ടും ചൊല്ലാം. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ